നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന ഈ വീഡിയോയിലെ വിഷയം 1202 മലയാള പുതുവർഷ സമ്പൂർണ്ണ രാശിക്കൂർ ഫലമാണ് ഞാൻ പറയുന്നത്. അത് ചിങ്ങക്കൂറിന്റെ ഫലമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്? മകം, പൂരം, ഉത്രം, കാലി. മകം, പൂരം, ഉത്രം, കാലി ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് ഈ പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിങ്ങക്കൂറുകാരെ പറ്റി ഇവരെ സംബന്ധിച്ച് വേഴം 12-ലും 1-ലും ശനി 8-ലും 9-ലും രാഹു 7-ഉം 6-ഉം ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ഇവരെ സംബന്ധിച്ച്. അങ്ങനെയുള്ള ഈ പുതുവർഷം സാമാന്യമായി ശുഭഫലത്തെയാണ് ഇവർക്ക് തരുന്നത്. അപ്പൊ ഈ വർഷം ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സാമാന്യമായ ഒരു നല്ല ഫലം അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. ഈ പുതുവർഷം സാമാന്യ ഫലം, നല്ല ഫലം തരും. ശുഭഫലത്തെയാണ് തരുന്നത്. ഭൂമി ലാഭം, കുടുംബ പുരോഗതി, കർമ്മരംഗത്ത് നേട്ടങ്ങൾ, മംഗളകർമ്മ സിദ്ധി, വിദേശയാത്ര കൊണ്ട് ഗുണങ്ങൾ, സാമ്പത്തികപരമായ ലാഭം, ബന്ധുജനസഹായം എന്നിവ ഇവർക്ക് ഈ വർഷം കിട്ടാൻ സാധ്യതയുണ്ട്. ഇതാണ് സാമാന്യമായ ചുരുക്ക ഫലം. അത് സാമാന്യമായി ഫലം ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഇവർക്ക് ഈ വർഷം കിട്ടാവുന്നത്. എന്നാൽ സൂര്യചാരവശാൽ ഇവർക്ക് ഓരോ മാസത്തിലും വരുന്ന കാര്യങ്ങൾ വിശദമായി പറയാം. ഓരോ മാസത്തിലും, അതായത് ഈ പുതുവർഷത്തിൽ ഓരോ മാസത്തിലെ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള മാസത്തിലെ ഓരോ ഫലങ്ങൾ സാമാന്യമായി ഞാനിവിടെ ചുരുക്കി പറയാം. ചിങ്ങമാസത്തിൽ ഇവർക്ക് ധനാഗമവും മനസുഖവും പൈതൃകമായ സ്വത്ത് നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. കന്നിമാസത്തിൽ ഇവരെ സംബന്ധിച്ച് ദാമ്പത്യ സുഖവും സ്ഥാനമാന ലാഭവും ആരോഗ്യ പുഷ്ടിയും ഉണ്ടാകുന്ന സമയം. തുലാമാസത്തിൽ സഹോദരന്മാരിൽ നിന്നും ദോഷവും പരാജയ ഭീതിയും ഇവർക്ക് ഉണ്ടാകും. വൃശ്ചിക മാസത്തിൽ വ്യാപാര ഗുണം കിട്ടുകയും മനസുഖം കിട്ടുകയും സന്താന ഗുണം ഉണ്ടാവുകയും ചെയ്യും. വൃശ്ചിക മാസത്തിൽ ഇവർ. ധനുമാസത്തിൽ ഇവരെ സംബന്ധിച്ച് വസ്ത്രലാഭവും വാഹന ലാഭവും ഗുരുജന ബന്ധങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. പിന്നെ ധനുമാസത്തിൽ. അത് കഴിഞ്ഞ മകരമാസത്തിൽ പ്രവൃത്തി തടസ്സങ്ങൾ, പതന ഭയം, വാഹന ഭയം എന്നിവയും ഇവർക്ക് ഉണ്ടാകാം. കുംഭമാസത്തിൽ സർക്കാരിൽ നിന്ന് അംഗീകാരവും അതുകൂടാതെ ദൂരയാത്ര ചെയ്യേണ്ടതായിട്ട് വരും കുംഭമാസത്തിൽ. മീനമാസത്തിൽ സ്ഥാനമാന പദവിയും കാര്യവിജയവും കുടുംബപുഷ്ടിയും ഉണ്ടാകുന്ന സമയമാണ്. മേടമാസത്തിൽ ദേഹാരിഷ്ടതകളും സാമ്പത്തികമായ ചില പ്രതിസന്ധിയും പൊതുജനസഹായങ്ങളും ഇവർക്ക് കിട്ടുകയും ചെയ്യും. ഇടവമാസത്തിൽ ഇവർക്ക് വീട് നിർമ്മാണം നടത്താനും വിദേശയാത്ര പോകാനും വിദേശയാത്രയിൽ ഗുണം കിട്ടാനും സാധ്യതയുണ്ട്. ഇടവമാസത്തിൽ. മിഥുനമാസത്തിലെ കർമ്മരംഗത്ത് പുരോഗതിയും ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തികമായ ലാഭവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർക്കിടക മാസത്തിൽ വിദ്യാവിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉന്നത വ്യക്തികളിൽ നിന്നും അഭിനന്ദനവും അംഗീകാരങ്ങളും അതേപോലെ തന്നെ അവരിൽ നിന്നും നല്ല ഒരു ശ്രേയസ്കരമായ കാര്യങ്ങൾ നല്ല വിധത്തിൽ അവരിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. ഏത് കർക്കിടക മാസത്തിൽ. അപ്പൊ എന്തൊക്കെയാണ്? വിദ്യാവിജയം ഉണ്ടാകും, ഉന്നത വ്യക്തികളിൽ നിന്ന് അഭിനന്ദനവും അംഗീകാരവും ശ്രേയസ്കരപരവുമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയമാണ്.
ഉന്നതന്മാരായ ചില വ്യക്തികളിൽ നിന്ന് ഇങ്ങനെ ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെ ചില ഗുണങ്ങളും ഇവർക്ക് ഉണ്ടാകാം. അപ്പൊ പൊതുവെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ പുതുവർഷം ഗുണം തന്നെയാണ്. ഏതാനും ചില ദോഷങ്ങൾ ഒഴിച്ചാൽ ബാക്കി മൊത്തത്തിൽ ഇവരെ സംബന്ധിച്ച് ഗുണം തന്നെയാണ്. പിന്നെ ഗോചരപരമായിട്ട് നോക്കുമ്പോൾ ഇവരൊക്കെ ചിങ്ങക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അഷ്ടമശനി ഉള്ളതാണ്. ഇവരുടെ അഷ്ടമത്തിലാണ് ഇപ്പൊ ശനി നിൽക്കുന്നത്, അഷ്ടമശനി. എന്നാൽ വേഴം ഇവർക്ക് അനുകൂലമായി വരുന്നുണ്ട്. കാരണം ഇവർക്ക് 12ലാണ് വേഴമെങ്കിലും വേഴം അഷ്ടമശനിയുടെ ദോഷങ്ങൾ ഇവരിൽ നിന്ന് അകറ്റി കൊടുക്കും. കാരണം കർക്കിടകക്കൂറിൽ നിൽക്കുന്ന വേഴം തന്റെ 9ാം വിശേഷ ദൃഷ്ടി കൊണ്ട് മീനത്തിൽ നിൽക്കുന്ന ശനിയെ നോക്കുന്നു. അപ്പൊ മീനത്തിൽ നിൽക്കുന്ന ശനി ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമശനിയാണ്. ആ അഷ്ടമശനി ദോഷം വേഴം ഇപ്പൊ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നതിന്റെ പേരിൽ, ശനിയെ ദൃഷ്ടി ചെയ്യുന്നതിന്റെ പേരിൽ ആ ഇവരുടെ അഷ്ടമ ശനിയുടെ ദോഷം കുറഞ്ഞു കിട്ടുന്ന ഒരു അവസരവും കൂടിയാണ് ഈ പുതുവർഷം. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.